സുഹൃത്തുക്കളെ മനസ്സിലാക്കണ്ടേ, നമ്മളും മറ്റുള്ള മതങ്ങളും തമ്മിലുള്ള അന്തരന്തരങ്ങൾ നമ്മളെ ദീൻ ഏകദൈവ വിശ്വാസാണ്, തൗഹീദാണ്. അതുകൊണ്ട് ഒരാൾ ഇസ്ലാമിലേക്ക് വരുമ്പോ ഓൻ എന്താ ചൊല്ലേണ്ടത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ അതുവരെ അതിനെതിരാണ് ജീവിച്ചത്, ഇപ്പോഴാണ് അത് അംഗീകരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ആലോചിച്ചു, ഇതൊന്നും മനസ്സിലാകാൻ ഒരു പണിയില്ല. അതായത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച തൗഹീദ് എന്താന്ന് മനസ്സിലാക്കാൻ ഒരു പണിയില്ല. അന്ന് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിരുന്ന ഒരു ശിർക്ക് ഏതാണ് അറിയെങ്കിൽ ആ ശിർക്കാണ് ഇന്ന് നമ്മൾ ക്രിസ്തീയ സമൂഹത്തിൽ കാണുന്ന ശിർക്ക്. അതേതാ ശിർക്ക് സുഹൃത്തുക്കളെ? ഈസാ നബി അലൈഹിസ്സലാം നമുക്കൊരു പ്രവാചകനാണ്, അവർക്ക് ദൈവപുത്രനാണ്. അതുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെതാണെന്ന് പറയുന്ന പ്രതിമകളെയും രൂപങ്ങളെയും ആരാധനാലയങ്ങളിൽ ഉണ്ടാക്കി അവർ പ്രാർത്ഥിക്കുന്നു, അതിന് ഭണ്ഡാരപ്പെട്ടി വെക്കുന്നു, നേർച്ച നടത്തുന്നു. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ജന്മദിനം അവരാഘോഷിക്കുന്നു. അപ്പോൾ ഈസാ നബിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളോട് നമ്മൾ ചോദിക്കുകയാണ്, അള്ളാനോട് യഹോവനോടല്ലേ പ്രാർത്ഥിക്കണ്ടു എന്ന് ചോദിച്ചാൽ അവര് ഞമ്മക്ക് പറഞ്ഞു തരും ഓരോ വിശ്വാസം. ഈസാ നബിങ്ങൾ മനസ്സിലാക്കിയ ആളല്ല. അതെന്താണ്? ദൈവപുത്രനാണ്, ദൈവം മനുഷ്യനായി അവതരിച്ചതാണെന്നൊക്കെ പറയാണോ സുഹൃത്തുക്കളെ? പ്രവാചകനാണെന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്? ഓരോരുത്തർക്കും അവരവന്റെ വിശ്വാസങ്ങൾ ഉണ്ടാകാം. നമ്മുടെ വിശ്വാസം എന്താണ്? ഈസാ നബി അലൈഹിസ്സലാം പ്രവാചകനാണ്. ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ് വജഅലനി നബിയ്യ. തൊട്ടിലിൽ വെച്ച് ഈസാ നബി പറഞ്ഞത് എന്താണ്? തൊട്ടിൽ വെച്ച് എനിക്ക് അല്ലാഹ് വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്, എന്നെ പ്രവാചകനായി നിശ്ചയിച്ചിട്ടുണ്ട് എന്നാ തൊട്ടിലിൽ വെച്ചുകൊണ്ട് ഈസാ നബി സംസാരിച്ച സംസാരത്തിന്റെ വാചകം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈസാ നബിന്റെ മോചിതത്വം മഹത്വവും, മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട് ഈസാ നബി അലൈഹിസ്സലാം, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തിയിട്ടുണ്ട്, കാഴ്ചയില്ലാത്തവന് കാഴ്ച നൽകിയിട്ടുണ്ട്. ഈ മോചിതത്വമൊക്കെ ഉള്ളതുകൊണ്ട് മോചിതത്തുള്ള ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ, കറാമത്തുള്ള ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ, ഈസാ നബിയെ കാക്കണേ എന്ന് ഒരാൾ പ്രാർത്ഥിച്ച എന്താ തെറ്റ്? പറ്റൂ. ഈസാ നബിയെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ പറ്റുമോ സുഹൃത്തുക്കളെ? ആർക്കത് മനസ്സിലാവാത്ത? തൗഹീദ് മനസ്സിലാകാൻ എന്താ പ്രശ്നം? ഈസാ നബിയെ കാക്കണേ, മുഹമ്മദ് നബിയെ കാക്കണേ എന്ന് പറയാൻ ഒരു മുസ്ലിമിന് അനുവാദമില്ലെങ്കിൽ മറ്റൊരാളെ പറയാൻ പറ്റുമോ സുഹൃത്തുക്കളെ? പറ്റൂ. ഇതൊക്കെ മനസ്സിലാവർ എത്ര ലളിതമാണ് സുഹൃത്തുക്കളെ. ഒരു പ്രയാസമൊന്നും മനസ്സിലാക്കല്ല. ഞാൻ പറയാം, നിർഭയത്വത്തോടെ കടന്നുറങ്ങ സഹോദരൻ, സമാധാനത്തോടെ ജീവിക്കാം. മരണത്തിന്റെ കട്ടിലിൽ പോലും ഒന്നും പ്രയാസപ്പെടാതെ നമുക്ക് കിടക്കാൻ പറ്റും. എപ്പോഴും പടച്ചോനിൽ ഭരമേൽപ്പിക്കുന്ന പടച്ചവനെ മനസ്സിലാക്കിയ ഒരാൾക്ക് ജീവിതത്തിൽ ഒന്നും ഭയപ്പെടാനില്ല. ഒരു സന്ദർഭത്തിലും അവൻ പതറുന്ന പ്രശ്നമില്ല. ഏത് പ്രതിസന്ധികളിലും അവൻ പിടിച്ചു നിൽക്കും. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാം സുഹൃത്തുക്കളെ. സത്യത്തിൽ പറയുകയാണെങ്കിൽ ജീവിതത്തിലെ എന്ത് പ്രതിസന്ധികളെയും മറികടക്കാൻ അള്ളാഹു നമുക്ക് വഴികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇസ്ലാം നമുക്കുള്ള മാർഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഖുർആൻ ഒന്ന് വായിച്ചു നോക്കി. പരലോകത്തെ കുറിച്ചാണ് പറയുന്നത്. എന്തിനാ സുഹൃത്തുക്കളെ പരലോകത്തെ കുറിച്ച് പറഞ്ഞു തന്നത്? നമ്മളൊക്കെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്, അറിയില്ലേ? കുട്ടികളില്ലാത്ത ആൾക്കാരുണ്ട്, വൈകല്യങ്ങളുള്ള ആളുകളുണ്ട്, ജീവിതത്തിൽ മുഴുവനും ദരിദ്രരായി ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ എന്താ നമ്മോട് പറഞ്ഞത്? ജീവിതത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളും ഇവിടുന്ന് തന്നെ നടക്കൂല. ജീവിതത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളും ഇവിടുന്ന് തന്നെ നടക്കൂല. നമുക്ക് അതെന്ത് ചെയ്യുന്ന പരലോകത്തൊരു സ്വർഗമുണ്ട് നമ്മൾ വിശ്വസിക്കണം, ഒരു നരകമുണ്ട് എന്ന് വിശ്വസിക്കണം. അപ്പൊ സുഹൃത്തുക്കളെ, ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ 2 കോടിന്റെ വീടുണ്ടാകലും മുറ്റത്തിൽ വലിയ കാർ ഉണ്ടാകലും നമ്മൾ വിചാരിക്കണ എല്ലാ സ്വപ്ന ലോകങ്ങളും ഇവിടെ ഉണ്ടാവലല്ല. പിന്നെ എന്താ വിജയം എന്ന് പറഞ്ഞാൽ എന്താ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് ഫഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഖ്സിറ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. വല്ലാത്തൊരു സമാധാനം കിട്ടുന്ന ഒരു വാക്കാണ്. ജീവിത പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കാൻ പറ്റിയൊരു കാര്യമാണ്. എല്ലാവരും മരിക്കും. എന്താ അതിന്റെ അർത്ഥം? എന്തർത്ഥം? എന്ത് നേടിയിട്ടും എന്ത് സമ്പാദിച്ചിട്ടും ഇവിടുത്തെ രാജാവായിട്ടും കാര്യമില്ല, റൂഹ് പോകും. ഈ ദുനിയാവ് നിനക്ക് നഷ്ടപ്പെടും. എന്നും ഈ സ്വർഗം നിന്നോടൊപ്പം ഉണ്ടാവില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എന്നാലും സുഹൃത്തുക്കളെ, മരണം എല്ലാം തീർത്തോ? ഇല്ല. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ വരും. അന്ന് നിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂലി തരും, നിന്റെ പ്രയാസങ്ങൾക്ക് പ്രതിഫലം തരും, നിന്റെ നിസ്കാരങ്ങൾക്ക് കൂലി വരും, നിന്റെ നോമ്പുകൾക്ക് കൂലി തരും. എന്നിട്ടോ ഫമൻ സുഹ്സിഹ അനിൻ നാർ, നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ, ഫഖദ് ഫാസ്, അവൻ
വിജയിച്ചിരിക്കുന്നു. അവനാ വിജയിച്ച സുഹൃത്തുക്കളെ. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്ത് കയറിയവനാ വിജയിച്ചത്. അപ്പൊ മക്കളില്ലാത്തവൻ പരാജിതനാണോ? അല്ല. ദരിദ്രൻ പരാജിതനാണോ? അംഗവൈകല്യമുള്ളവൻ പരാജിതനാണ്. അതൊന്നും പരാജയങ്ങളല്ല. ആ വൈകല്യങ്ങളും കുറവുകളും എല്ലാം നാളെ സ്വർഗത്തിൽ പ്രതിഫലമായി നമുക്ക് മാറ്റപ്പെടും. അതൊക്കെ പ്രതിഫലമായി കൂലിയായി കിട്ടും. ഒരു വിശ്വാസിക്ക് എന്താ സുഹൃത്തുക്കളെ പ്രയാസം? കണക്കില്ലാത്ത കൂലി. ഞാൻ നിങ്ങളിപ്പോ മഗ്‌രിബിക്ക് പള്ളിയിൽ പോയാൽ 27 ഇരട്ടി കിട്ടും ഒരു നിസ്കാരത്തിന്റെ, മനസ്സിലായി? എന്നാൽ കണക്കില്ലാത്ത കൂലി, കണക്കുണ്ടല്ലേ 27 ഇരട്ടി, കണക്കില്ലാത്ത കൂലി ക്ഷമക്കാണ്. ഇവിടെ ഏതെങ്കിലും ഒരു വീടിൽ മാറാ രോഗം പിടിപെട്ടുകൊണ്ട് കണ്ണ് നിരയിലാക്കി കിടക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ അള്ളാഹിനോട് കൂലി ചോദിച്ച സുഹൃത്തുക്കളെ, അയാൾക്ക് പ്രതിഫലം കൊടുക്കും പടച്ചോൻ. ദാരുണമായ മരണങ്ങളെ രക്തസാക്ഷിത്വമായി പരിഗണിച്ചുകൊണ്ട് രക്തസാക്ഷിയുടെ പ്രതിഫലം നൽകും. പ്രസവ സമയത്ത് ബ്ലീഡിംഗ് ആയി മരണപ്പെട്ട സഹോദരിക്ക് രക്തസാക്ഷിന്റെ കൂലി കൊടുക്കും. ദുനിയാവിലെ മുഴുവൻ നഷ്ടങ്ങളും സ്വർഗം കൊണ്ട് പരിഹരിക്കും. ഇഷ്ടപ്പെട്ട ഒരാളെ, ഭർത്താവിനെയോ ഭാര്യനെയോ പിടിച്ചെടുത്താൽ, ആ സൊഫിയ മരണപ്പെട്ടാൽ അതിന് പകരം സ്വർഗം കൊടുക്കും. കണ്ണ് രണ്ടും നഷ്ടപ്പെട്ടാൽ അതിന് പകരം സ്വർഗം കൊടുക്കും. സുഹൃത്തുക്കളെ, ഈ ഭൗതിക ജീവിതത്തിന്റെ എല്ലാ വൈകല്യങ്ങളും പരിഹരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. അതെ, മനസ്സുക്കാണ് കിടക്കുമ്പോഴേ ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഉയൂൻ, ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഉയൂൻ, സൂക്ഷ്മത പാലിക്കുന്നവർ തണലുകളിലും അരുവികളിലുമായിരിക്കും ജീവിച്ചു കൊണ്ടിരിക്കുക. സ്വർഗത്തിന്റെ തണലുകൾ, സ്വർഗത്തിന്റെ അരുവികൾ. ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഉയൂൻ വഫവാകിഹ മിമ്മാ യശ്തഹൂൻ, അവർക്കിഷ്ടമുള്ള പഴങ്ങൾ അവിടെ നൽകിക്കൊണ്ടിരിക്കും. പ്രവർത്തിച്ചത് കാരണം നിങ്ങൾ സ്വർഗത്തിന്റെ പ്രതിഫലങ്ങളും സുഖങ്ങളും അനുഭവിച്ചു കൊള്ളുക എന്ന് പറയും. അതുകൊണ്ട് സുഹൃത്തുക്കൾ, ഒരു നഷ്ടമല്ല. അള്ളാനെ മനസ്സിലാകുക, പരലോകവും മനസ്സിലായാൽ പിന്നെ എന്ത് ബേജാറാ നമുക്കുള്ളത്? പിന്നെ ഒന്നുമില്ല. സുഹൃത്തുക്കളെ, ഞാൻ തിരിച്ചു പറഞ്ഞ മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായി. എനിക്കിങ്ങോട്ട് പറയാനുള്ളത്, ഈ മഹാസമ്മേളനത്തിന്റെ ശബ്ദം കേൾക്കുന്നവരോട്, ഞാൻ ഈ ഓതിയതൊക്കെ ഖുർആൻ ആയത്താണ്. നിങ്ങൾ ഖുർആൻ വായിക്കണം, ഖുർആന്റെ അർത്ഥം പഠിക്കണം, കേൾക്കണം. സുഹൃത്തുക്കളെ, ഒരു തർക്കത്തിനോ വാഗ്വാദത്തിനോ ഒന്നും പറയല്ല. ഇതപ്പോ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ വെള്ളിയാഴ്ച കുത്തുബ കേൾക്കും. ഖുർആനാണ് കുത്തുബ, ഖുർആന്റെ ആശയങ്ങളാണ് ഓരോ വെള്ളിയാഴ്ച മിമ്പർമെന്ന് പറഞ്ഞു കൊടുക്കുക. സോഷ്യൽ മീഡിയയിൽ വരും, നിങ്ങൾ കേട്ടു നോക്കി. അള്ളാഹുവിന്റെ വിശുദ്ധ 4 or 5 ആയത്തുകൾ ഒരു വെള്ളിയാഴ്ച കേൾക്കും. സഹോദര, ഖുർആൻ കേട്ടാൽ മതി, നമുക്ക് എല്ലാ പ്രശ്നവും പരിഹരിക്കും. ആ ഖുർആൻ കൊണ്ട് സന്തോഷിക്കും. അള്ളാഹ് പറയണേ, ഖുർആൻ കൊണ്ട് സന്തോഷിച്ചോളി. അവർ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാത്തിനേക്കാളും വലുത് ഖുർആനാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ, ഖുർആനിലേക്ക് മടങ്ങാം. സുഹൃത്തുക്കൾ, നമുക്ക് എല്ലാവർക്കും ഒരേ ഗ്രന്ഥമാണ്, ഒരേ പ്രവാചകനാണ്. അതുകൊണ്ട് സത്യം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സൊന്നാകും, നമ്മളെല്ലാവരും ഒന്നാകും. ആ ഐക്യമാണല്ലോ യഥാർത്ഥത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഖുർആനിലേക്ക് വഅ്തസിമു ബിഹബ്ലില്ലാ, ഖുർആനിലേക്ക് മടങ്ങാം. ഖുർആന്റെ അർത്ഥം നമ്മളെല്ലാവരും പഠിച്ചാൽ നമ്മളെല്ലാവരും ഒന്നാകും, ഒരേ ആശയക്കാരാകും, യാതൊരു സംശയവുമില്ല. ആ ഖുർആനിലേക്ക് മടങ്ങി, അള്ളാഹുവിലേക്ക് മടങ്ങി, അബദ്ധങ്ങൾ സംഭവിച്ചതിൽ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഹിദായത്ത് നൽകുകയും ദീനിൽ ഉറച്ചു നിൽക്കുവാനും ദീനിനെ കൂടുതൽ മനസ്സിലാക്കുവാനും അവൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.